ഹലോ വെൽക്കം ബാക്ക് ടു ബാലവീർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലവീറിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവതാലോകത്താണ്. റാണി ദേവതയും മറ്റു ദേവതമാരെല്ലാവരും തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ജ്വാലാമുഖി എന്ന് പറയുന്ന പർവ്വതത്തിൽ നിന്നും ലാവയെല്ലാം തന്നെ തിളച്ചൊഴുകുകയാണ്. അത് നമ്മുടെ ദേവതാലോകത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റാണി ദേവത പറയുകയാണ്, ദേവതമാരെ, എനിക്കിനി യാതൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഞാൻ നിസ്സഹായയാണ്. എനിക്ക് നിങ്ങളെ ആരെയും ഇവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകാനും കഴിയില്ല. ദേവതാലോകത്തെയും രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളോടെല്ലാം തന്നെ ക്ഷമ ചോദിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് റാണി ദേവതയുടെ അപ്പുറത്തുണ്ടായിരുന്ന ദേവതമാർക്ക് എല്ലാവർക്കും തന്നെ സങ്കടമാവുകയാണ്. ഡുണ്ടുമാൻ സഹോദരന്മാർക്കും ബാലവീറിനും എല്ലാം സങ്കടമാവുകയാണ്. റാണി ദേവത പറയുകയാണ്, എനിക്ക് യാതൊരു മാർഗവും അറിയില്ല. ഈ ഒരു ദേവതാലോകത്തെ രക്ഷിക്കാനുള്ള ആകൊരു വഴി എന്ന് പറയുന്നത് ആ ഒരു മാന്ത്രിക ജലം ഇവിടെ തെളിക്കുക എന്നുള്ളതായിരുന്നു. അവിടെ സുരക്ഷാ കവചമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആർക്കും തന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോയി ആ ഒരു വെള്ളം കൊണ്ടുവരാനും സാധിക്കില്ല എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് മറ്റ് ദേവതമാരെല്ലാവരും തന്നെ റാണി ദേവതയുടെ അടുത്ത് വന്ന് റാണി ദേവതയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അവരെല്ലാം തന്നെ റാണി ദേവതയുടെ ഷോൾഡറിന് അവിടെ വന്ന് കിടക്കുകയാണ്. അവർക്കൊന്നും തന്നെ യാതൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എല്ലാവരും സങ്കടത്തിലാണ്. ഇതെല്ലാം തന്നെ മറ്റൊരു ഭാഗത്തിരുന്ന് മഹാവിനാശിനിയും ആ ഒരു അഗ്നിമനുഷ്യനും എല്ലാവരും തന്നെ കാണുന്നുണ്ട്. അവരാണെങ്കിൽ അട്ടഹസിച്ചിരിക്കുകയാണ്. മഹാവിനാശിനി പറയുകയാണ്, ഇതാ കണ്ടോ, ഞാൻ എൻ്റെ സ്വപ്നം കാണുകയാണ്. ആ ഒരു ദേവതാലോകവും ദേവതമാരും എല്ലാവരും ഇവിടെ നിന്ന് ഇല്ലാതാവാൻ വേണ്ടി പോവുകയാണ്. എനിക്കിതൊക്കെ എങ്ങനെ ആഘോഷിക്കണമെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. ഇതേ സമയം മറ്റ് ദേവതമാരുടെയൊക്കെ അടുത്ത് കാണിക്കുകയാണ്. അവരെല്ലാം തന്നെ റാണി ദേവതയുടെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവിടുത്തെ ദേവതമാർ പറയുകയാണ്, നമ്മുടെ ദേവതാലോകമോ അല്ലെങ്കിൽ ഞങ്ങൾ ദേവതമാരോ മരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ നന്മയും സത്യസന്ധതയും ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി ഇല്ലാതാവാൻ വേണ്ടി പോകുകയാണ് നമ്മൾ പോയാൽ എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ ബാലവീർ അപ്പുറത്ത് നിന്നിങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ബാലവീറിന് ഒരു ഐഡിയ മനസ്സിൽ തോന്നുകയാണ്. മുമ്പത്തെ എപ്പിസോഡിൽ നമ്മുടെ ഡുണ്ടുമാനാണെങ്കിൽ ഭൂമിയുടെ അടിയിൽ നിന്നും മുകളിലേക്ക് പൊങ്ങുന്ന അത്ഭുത ദേവതയുടെ പുതിയൊരു യന്ത്രം കണ്ടുപിടിച്ചിരുന്നല്ലോ. അതിനെക്കുറിച്ച് ഓർമ്മ വരികയാണ്. അപ്പോൾ റാണി ദേവതയോട് ബാലവീർ ചോദിക്കുകയാണ്, ഈ ഒരു സുരക്ഷാ കവചം മാന്ത്രിക നദിയുടെ അടുത്ത് അല്ലെങ്കിൽ മുകളിൽ മാത്രമല്ലേ ഉള്ളൂ, നമുക്ക് ദേവതാലോകത്തിൻ്റെ താഴെ തുരന്നുകൊണ്ട് ആ ഒരു മാന്ത്രിക ജലത്തിൻ്റെ അടുത്ത് എത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് റാണി ദേവത അതിന് സമ്മതം മൂളുകയാണ്, അല്ലെങ്കിൽ അതിന് പറ്റുമെന്ന് പറയുകയാണ്. അങ്ങനെ ബാലവീറിനോട് പറയുകയാണ്, നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഉടനെ തന്നെ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ദേവതാലോകം മുഴുവനും ഇല്ലാതാകും, ഈ ലാവയിൽ പൊതിഞ്ഞു പോകുമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ ബാലവീർ ഉടനെ പോയിക്കൊണ്ട് ആ ഒരു യന്ത്രം എടുത്തുകൊണ്ട് വരികയാണ്. മാത്രമല്ല യന്ത്രം എടുത്തുകൊണ്ട് അവിടെ തുരക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റു ഭാഗത്തുള്ള അല്ലെങ്കിൽ ദുഷ്ടലോകത്തുള്ള ആ ഒരു മഹാവിനാശിനിയെയും കുട്ടുമാനെയൊക്കെ കാണിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അഗ്നിമനുഷ്യൻ പറയുകയാണ്, മഹാവിനാശിനി, ഇനി പറ, ഇനി നിനക്കെന്താ ചെയ്യാൻ വേണ്ടി കഴിയുക? അവരാ ഒരു ഭൂമി തുറന്ന് ഉടനെ തന്നെ അവിടെ എല്ലാം തന്നെ നേരാക്കുമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന മഹാവിനാശിനി പറയുകയാണ്, നിൽക്ക് നിൽക്ക് അഗ്നിമനുഷ്യ, അതിനെല്ലാം തന്നെ ഒരു വഴിയുണ്ട്. എന്താന്ന് വെച്ചാൽ ദേവതാലോകത്തിൻ്റെ അന്ത്യം അത് നിശ്ചിതമാണ് എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ദേവതാലോകത്ത് തുരന്നുകൊണ്ടിരിക്കുന്ന ബാലവീറിനെ കാണിക്കുകയാണ്. അങ്ങനെ ദേവതമാരെല്ലാവരും തന്നെ ബാലവീറിനെ നോക്കി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റാണി ദേവത എന്തോ കണ്ട് ഞെട്ടുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ റാണി ദേവത എന്താണ് കണ്ടതെന്നും ദേവതാലോകത്തെ രക്ഷിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം നിങ്ങൾക്കെല്ലാം തന്നെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാലവീറിൻ്റെ ഇതുപോലെയുള്ള എക്സ്പ്ലനേഷന് വേണ്ടി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് മീ ബാലവീർ മലയാളം സൈനിങ് ഓഫ്.